മക്കത്ത് നിന്ന് ഒരാളെ ഫോൺ വിളിച്ച് പറയാണ്, നാട്ടിലേക്ക് സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ്. എന്താണ്? തൊട്ട ഖബർസ്ഥാനത്തിലേക്ക് പോയിട്ട് ഇന്നത് നേർച്ചയാക്കിയിട്ട് ആ ഖബറിലുള്ള വലിയനോട് പ്രാർത്ഥിക്കണം, എനിക്ക് കച്ചവടം തുടങ്ങിയിട്ട് ഇത്ര കാലമായി ബിസിനസ്സിൽ യാതൊരു പ്രയോജനവുമില്ല. കഅബത്തിന്റെ താഴെ വെച്ചിട്ടാ ഫോൺ. മുമ്പിലുള്ള കഅബത്തിനടുക്കൽ ചെന്നിട്ട് മുൽത്തസമിൽ നിന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചൂടെ മനുഷ്യ എന്ന് പറഞ്ഞാൽ മതിയോ? അവിടേക്ക് വിളിച്ച് പറയാണ്. ഏത് ഇങ്ങനെയുള്ള കൗമിനെ കുറിച്ച് നാം തിരുത്തിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് തിരുത്തേണ്ടത്? അത് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതാണ് തെറ്റ്? ഈ നാം സംസാരിക്കുന്ന ഖുർആൻ ഏറ്റവും നല്ല മെച്ചമായ ചൊവ്വായ മാർഗത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞ ഖുർആൻ ഉണ്ടല്ലോ, അതിൽ 93 ആയത്തുകളിലൂടെ അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുകയാണ്. 437 ആയത്തുകളിലൂടെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത് ഈമാൻ എന്ന വിഷയം. അങ്ങനെയുള്ള വിഷയം കൂട്ടാക്കാതെ പിന്നെയും മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് എത്ര കാലം വരെ ജീവിക്കാം? അവസാനം പിടിവിടും. എവിടെയായിരുന്നടോ എന്ന് ചോദിക്കും. പിടിച്ചിട്ട് കോളറല്ല പിടിക്കുക, പിൻ സൈഡിലേക്ക് അടിയ കിട്ടാ. ഞാൻ പറയല, ഖുർആൻ പറയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത വിഭാഗം മരിക്കുന്ന വേളയിൽ ഭീമകുന്തും എവിടെയായിരുന്നടോ, എവിടെയായിരുന്നടി നീ എന്ന് ചോദിച്ചുകൊണ്ട് അടിക്കുന്ന ശേഷിക്കട്ട ഈമാന്റെ ഉടമയായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നു. ഞങ്ങൾക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, അള്ളാഹിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ അങ്ങനെയുള്ള അനാചാരങ്ങൾ ചെയ്യുന്നവരെ കണ്ടപ്പോൾ അതായിരിക്കും സത്യമെന്ന് മനസ്സിലാക്കി. അവിടെയും ഇടിയും, അവിടെയും അടിയും, അവിടെയും ബാൻഡും, അവിടെയും കോലാഹലം, ശബ്ദ കോലാഹലം, ഇതൊക്കെ ഇസ്ലാമീകരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതൊക്കെ എന്താണ്, കുറച്ച് കാലത്തിലേക്ക് നമുക്ക് ഹിന്ദു മുസ്ലിം മൈത്രി പറഞ്ഞുകൊണ്ട് ചെയ്തൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാട്ടിപ്പോയി എന്നൊക്കെ അന്തരീക്ഷം പറഞ്ഞ് മൂപ്പര് തടികൈച്ചലാക്കാൻ നോക്കും. അവരവിടുന്ന് ഇടി കൊടുക്കുമെന്നുള്ള പറയാണ്, അടി പാസാക്കും ബാക്കിൽ. മലക്കുകൾ ഒരു പക്ഷെ ഈ നിമിഷത്തിലാണ് അങ്ങനെയുള്ളവർ മരിക്കുന്നെങ്കിൽ ഈ നിമിഷത്തിൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. മലക്കുകൾ ചോദിക്കുന്നതാണ്, അലം തകുൻ അർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹാ, എന്നിട്ട് തൗഹീദ് പഠിപ്പിക്കുന്ന അന്തരീക്ഷത്തിലേക്ക്, സ്റ്റേജുകളിലേക്ക്, ജനങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാമായിരുന്നില്ലേ? എത്ര മുസ്ലിം സുഹൃത്തുക്കൾ മുസ്ലിമായ ശേഷം നാടുവിട്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ ശല്യമില്ലാത്ത നാടുകളിലേക്ക് ഓടിയവരെ നമുക്ക് പരിചയമുണ്ട്. അവർക്ക് പിന്നെ ഉറച്ചു നിൽക്കാൻ പറ്റിയില്ലേ? ഒരു ജയിൽ പുള്ളിയായ സഹോദരൻ 10 കൊല്ലം മുമ്പ് അറിയുന്ന സംഭവമാണ്, പേര് ഓർക്കുന്നില്ല. എൻ്റെ ഒരു ഓഫീസിൽ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പുതു മുസ്ലിമായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ കൈവിട്ട് കളഞ്ഞു. കാരണം ആഭ്യന്തര വിപ്ലവം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വിപ്ലവമല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ കലാപമുണ്ടായത് കാരണത്താൽ. അദ്ദേഹം പറയുന്നു, വാപ്പയാണ് എന്നെ ഭ്രാന്തനാണെന്ന് ആക്ഷേപിച്ച് ജയിൽ കടത്തിയത്. വാപ്പയാണ് മൂപ്പരെ ജയിലിൽ കടത്തിയത്, ഇദ്ദേഹം ഭ്രാന്തനാണ്. അങ്ങനെ എല്ലാവരും ഭ്രാന്തനാണെന്ന് എല്ലാ ജഡ്ജിമാരും തീരുമാനിച്ച് ജയിലിൽ കടന്നു. മാസങ്ങൾ ഓർക്കുന്നില്ല എത്രയാണ്. അവസാനം അദ്ദേഹത്തിന് MBBS പരീക്ഷയ്ക്കിരിക്കേണ്ടി വന്നു. പരീക്ഷൻ്റെ ടൈമാകുമ്പോൾ അദ്ദേഹം ജയിലിലിരുന്നിട്ട് പരീക്ഷയ്ക്കിരുന്നു. പരീക്ഷയ്ക്കിരുന്ന ശേഷം അദ്ദേഹം പറയാണ്, അള്ളയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പരീക്ഷയിൽ നന്നായി പാസ്സായപ്പോൾ പണ്ട് ഭ്രാന്തനാണെന്ന് പറഞ്ഞ അതേ ജഡ്ജിമാർ പറഞ്ഞു, എങ്ങനെ മൂപ്പര് പാസ്സായത് ഭ്രാന്തനാണെങ്കിൽ? അപ്പോൾ ഭ്രാന്തില്ല, മൂപ്പർക്ക് ഭ്രാന്തില്ല എന്ന് നിർബന്ധമായി പറയേണ്ടി വന്നു. അങ്ങനെ പുറത്തു വന്നു എന്നൊക്കെ മൂപ്പർ എൻ്റെ ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ ഓർക്കുന്നു. അദ്ദേഹം പറയുന്നു, കൂടെയുള്ളവരിൽ നിന്നിട്ട്, മുസ്ലിമായവരിൽ നിന്നിട്ട് പലരും മടങ്ങിപ്പോയി. കൈകൊണ്ടെണ്ണാൻ മാത്രം പേരേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ. മറ്റുള്ളവർ രക്ഷപ്പെടുത്തി തടി കൈച്ചലാക്കി. അപ്പോൾ അന്തരീക്ഷം നല്ലതില്ലെങ്കിൽ നല്ല അന്തരീക്ഷത്തിലേക്ക് ചെന്നിട്ട് നീ ഉൾക്കൊള്ളുന്നതായി ഈമാനിനെ നിനക്ക് സംരക്ഷിക്കാമായിരുന്നില്ലേ എന്ന് മരണസന്ദർഭത്തിൽ ചോദിക്കപ്പെടും. സഹോദരാ സഹോദരി, ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ല പ്രശ്നം വന്നാൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എന്തിനാണ്? അത് ഫാത്തിഹയിലൂടെ അള്ളാഹുമായി സംഭാഷണം നടത്താനുള്ള ചാൻസ് ലഭിക്കുന്നു. ഒരു മനുഷ്യൻ ഇവിടെ വലിയ പ്രയാസം നമുക്കുണ്ടാവല്, രോഗം മാറൽ, ബിസിനസ്സിൽ വിജയം നേടൽ, കുറച്ച് വിസ കിട്ടൽ, ഇതൊക്കെയാണ്. അതുകൊണ്ട് പലരും കിനാവ് കാണൽ തന്നെ വിസയാണ് പലപ്പോഴും. പലരും കിനാവ് കാണൽ തന്നെ 30 വിസ 40 വിസ, ഉണരുമ്പോൾ ഒരു വിസ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ
ഇത് ബ്രെയിനിൽ പലരുടെയും കറങ്ങാറുള്ളത് തന്നെ. അതേ സമയത്ത് നമസ്കാരത്തിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹിന്റെ മുമ്പിൽ നിന്നാൽ ഒരു മഖ്ലൂക്കിന്റെ കയ്യിലും അള്ളാഹ് കൊടുക്കാത്തതാ ചോദിക്കുന്നത്. ഒരു മഖ്ലൂക്കിന്റെ കയ്യിലും റസൂലുള്ളാഹിന്റെ കയ്യിൽ പോലും അള്ളാഹ് കൊടുക്കാത്തൊരു സാധനമാണ് ധൈര്യസമേതം നേരിട്ട് ഒരാളും വഴിയിലില്ലാതെ ചോദിക്കുന്നത്. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണമേ രക്ഷിതാവേ. ഇത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റൂല മുഹമ്മദേ, വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹുവാണ് അവൻ ഇഷ്ടപ്പെട്ടവരെ നന്നാക്കുക എന്നല്ല തീർത്ത് പറഞ്ഞ മുഹമ്മദിന്റെ കയ്യിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുമില്ലാത്ത സാധനമാണ് ഡയറക്റ്റ് നീ ചോദിക്കുന്നത്. അതിനേക്കാളും ചെറിയ പ്രശ്നങ്ങൾക്ക് പിന്നെ എന്തിനു മറ്റാളെടുക്കൽ പോകണം? അപ്പോൾ അങ്ങനെയുള്ള ചാൻസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരിഹനാ ബിഹാ യാ ബിലാൽ, അരിഹനാ ബിഹാ, നമുക്ക് മനസ്സ് സമാധാനമുണ്ടാക്കി തരൂ ബിലാലെ, നമസ്കാരത്തിലൂടെ നമസ്കരിക്കാൻ നമ്മൾക്ക് ഒന്ന് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം വരുമ്പോൾ, അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് പിടിച്ചിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കുക. എന്താ നമസ്കാരത്തിൻ്റെ പേര്? എന്താണ് ആ നമസ്കാരത്തിൻ്റെ പേര്? സലാത്തുൽ ഇസ്തിഖാറ, ഖൈറിനെ തേടാനുള്ള നമസ്കാരം. ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അള്ളാഹ് നന്മ ചെയ്യട്ടെ എന്ന തേട്ടം തേടാൻ. എന്നിട്ട് രണ്ടറക്കാത്ത് നിസ്കരിച്ച ശേഷം മനപ്പാടമില്ലെങ്കിൽ പുസ്തകം നോക്കിയിട്ടെങ്കിലും അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബിഇൽമിക വസ്തഖ്ദിറുക ബിഖുദ്റതിക വസ്അലുക മിൻ ഫളലിക്കൽ അളീം ഇന്നക തഖ്ദിറു വലാ തഖ്ദിർ വലാ അഖ്ദിറു വതഅലമു വലാ അലം എന്നീ പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അർത്ഥം നീ കഴിയുന്നവൻ, നീ അറിയുന്നവൻ, എനക്ക് അറിയുകയില്ല, എനക്ക് കഴിയുകയില്ല, ഖൈർ ഏത് ഷർ ഏത് ഇതൊക്കെ നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതായ ഈ ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ഈ പെണ്ണ്, അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ഈ യാത്ര എന്തെങ്കിലും ആവട്ടെ, അതിൽ നന്മയുണ്ടെങ്കിൽ അതിന് നീ തൗഫീഖ് ചെയ്തു തരൂ റബ്ബേ, അല്ലാത്ത പക്ഷം അത് ദൂരപ്പെടുത്തൂ, അതിന് പകരം നല്ലതിനെ നീ എനിക്ക് തിരഞ്ഞെടുത്ത് തരൂ എന്നാണ് ആ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ഇത് റസൂൽ കൽപ്പിച്ചത് ബുഖാരിയിൽ സഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ് നമസ്കാരത്തിലൂടെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാം എല്ലാം മനുഷ്യ സഹജമായി തെറ്റ് ചെയ്യുന്നവരും തെറ്റ് വന്നു പോകാൻ സാധ്യതയുള്ളവരൊക്കെയാണ്. എന്താണ് അവിടെ പഠിപ്പിച്ചത് റസൂൽ? ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയാൽ, എപ്പോഴെങ്കിലും അവിചാരിതമായി ശ്രദ്ധിക്കാതെ വല്ല തെറ്റും വന്നു പോയാൽ എന്താ വേണ്ടത്? ഒതു പിടിക്കുക, രണ്ടറക്കാത്ത് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. റസൂൽ പറയുന്നു ഇല്ലാ ഗഫറല്ലാഹു ല, അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വൻദോഷമാണെങ്കിൽ നമസ്കാരത്തോടൊപ്പം തൗബ ചെയ്യണം, ചെറുദോഷമാണെങ്കിൽ നമസ്കാരം മാത്രം മതി. പലപ്പോഴും നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കാം. അള്ളാഹു റസൂലിന്റെ പള്ളിയുടെ പരിസരത്തിൽ ഒരു സഹാബി ഏതോ ഒരു പെണ്ണിനെ തൊടുകയോ ചുംബിക്കുകയോ മറ്റോ ചെയ്തു പോയ സന്ദർഭത്തിൽ അവിടുന്ന് അലർജി ഉണ്ടായി. നമ്മളെപ്പോലെയല്ല, നമുക്ക് ഇതാണല്ലേ എന്ത് മരവിച്ചു പോകലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെക്കുറിച്ചല്ല, ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. ഏത് തെറ്റ് ചെയ്ത് മരവിച്ചതുകൊണ്ട് തെറ്റുകൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, തെറ്റുകൊണ്ട് ഒരു ബേജാറൊന്നും ഉണ്ടാവില്ല. ചെയ്ത് കസറത്തുൽ മസാസ് തുഖലിൽ ഹസാസ് എന്ന് പറയാറുണ്ടല്ലോ ഇവിടുത്തെ അറബി പഴമൊഴി. ഒരു സാധനത്തിന് സ്പർശനം ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ തെറ്റ് കൂമ്പാരമായി ചെയ്തതുകൊണ്ട്, ഹോൾസെയിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രയാസപ്പെടില്ല. സഹബാക്കൾ അങ്ങനെയല്ല. സഹബാക്കൾ ഇതാ അല്ലാഹുവിനെ ഓർത്താൽ ഉജ്ജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ, കിടുകിട വിറക്കും. അങ്ങനെ വിറക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഒരു സഹാബി ഏതോ ഒരു തെറ്റ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു തെറ്റായിട്ടേ ഗണിക്കുന്ന കാര്യങ്ങളല്ല. താബിഈങ്ങൾ പറയാറുണ്ട്, സഹാബാക്കൾ എന്നിട്ട് കുട്ടി സഹാബാക്കൾ പറഞ്ഞ വാർത്ത, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പർവ്വതമായി കണ്ടിരുന്നതായ ദോഷങ്ങളെ നിങ്ങളുടെ കാലഘട്ടത്തിൽ അത്തരം ദോഷങ്ങളെ ഈച്ച പറന്ന ഭാവം പോലും നിങ്ങൾ നടിക്കാറില്ലല്ലോ എന്ന് കുട്ടി സഹാബാക്കൾ പറഞ്ഞ വാർത്ത താബിഈങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ചെറിയ ദോഷം ചെയ്തൊരു സഹാബി, അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി. എത്ര സഹാബാക്കളെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് അഖിം അൽ ഹുദൂദ അലയ്യ യാ റസൂലുള്ളാഹ്, ഹദ്ദ് സ്ഥാപിക്കൂ റസൂലേ, കൊല്ലാണെങ്കിൽ കൊല്ലൂ റസൂലേ, അടിക്കുകയാണെങ്കിൽ അടിക്കൂ റസൂലേ, എറിയാണെങ്കിൽ എറിയൂ റസൂലേ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ ഡയറക്റ്റ് വന്ന സംഭവങ്ങൾ പലതുമുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഈമാൻ കയറിയാൽ തെറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? പരിവർത്തനമുണ്ടാവുക, പ്രയാസമുണ്ടാവുക. ഒരു സഹാബി ഓടി വന്ന് എവിടെ മുഹമ്മദ്, എവിടെ റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ചാടാണ്. പറഞ്ഞു, അവിടെയാണ് അല്ലാഹു റസൂൽ ഇരിക്കുന്നത്.
ചെന്ന് അദ്ദേഹം പ്രയാസപ്പെട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി റസൂലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോക്കറ്റിലൊന്നും അങ്ങനെ മറുപടിയില്ലല്ലോ. റസൂൽ വഹയിലൂടെ സംസാരിക്കുന്ന ആളാണ്. അപ്പോഴതാ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സഹാബിക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങാണ്, ആയത്തിറങ്ങാണ്. അതിന് മാത്രം അദ്ദേഹത്തിന്റെ തൗബ അള്ളാഹ് കണ്ടറിഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം, അദ്ദേഹത്തിന്റെ പരിവർത്തനം, അദ്ദേഹത്തിന്റെ ദുഃഖം, അദ്ദേഹത്തിന്റെ ഖേദം, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കണ്ടറിഞ്ഞ റബ്ബ് ആയത്തിറക്കാണ്. അഖിമിസ്സലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നമസ്കാരത്തെ നീ രാത്രിയിലും പകലുമായിട്ട് എന്ത് ചെയ്യുക? 5 വക്ത് നമസ്കാരത്തെ നീ നിലനിർത്തുക, മറ്റായത്തുകളുടെയും ഹദീസുകളുടെയും സഹായത്തോടു കൂടി. എന്നാലോ ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്, സൽക്കർമ്മങ്ങൾ ചെറുദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്, കഴുകുന്നതാണ്, ഒഴുക്കുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. പോരെ, എന്താ വേണ്ടത്? ഇത് ആ സഹാബിക്ക് മാത്രമല്ല, ഖിയാമത്ത് നാളെ വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. ചെറുദോഷങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ, അതിൽ നാം ചർച്ച കൊണ്ടിരിക്കുന്ന ഫാത്തിഹ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം, നമ്മുടെ വിഷയമാണല്ലോ ഫാത്തിഹ. ഫാത്തിഹ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പ്രവേശിക്കാറുള്ളത്.